ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. അനധികൃത ടാറ്റു സംഘങ്ങളെ പിടികൂടാൻ മേനക മറൈൻ ഡ്രൈവ് അടക്കമുള്ള ഇടങ്ങളിൽ പരിശോധന വ്യാപകമാക്കി കൊച്ചി കോർപ്പറേഷൻ. ഒരേ നീഡിൽ ഒന്നിലേറെ പേർക്ക് ഉപയോഗിക്കുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി പോലെയുള്ള അസുഖങ്ങൾ പടരാൻ സാധ്യതയുണ്ട് എന്നും നിലവാരം കുറഞ്ഞ ഡൈ ഉപയോഗിക്കുന്നത് അലർജി അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന റിപ്പോർട്ടറിനോട് പറഞ്ഞു. തീർച്ചയായിട്ടും ഇതിനെതിരെ നമ്മൾ ശക്തമായിട്ട് തന്നെ നടപടിയെടുക്കും. നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ 2 ടൈപ്പ് ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നീഡിലും അതുപോലെ ഡൈയും. അതാണ് അവരവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നീഡിലിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരാളുടെ മേത്ത് കുത്തിക്കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് അത് കുത്തുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവും. ഡൈ ആണെങ്കിൽ തന്നെ ക്വാളിറ്റി കുറഞ്ഞ ഡൈ ആണ് അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അലർജി, സ്കിൻ അലർജി പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഹെൽത്ത് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഇതിനെതിരെ ശക്തമായ ഒരു നടപടി ഉണ്ടാവും. ഷഹബാസ് അഹമ്മദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഷഹബാസ്, നിയമം കർശനമാക്കുക എന്നത് മാത്രമാണ് ഇതിൽ ചെയ്യാൻ കഴിയുന്നത്. അത് ഏത് കാര്യത്തിലാണെങ്കിലും ഇത് മാത്രം എന്നുള്ളതല്ല, നിയമവിരുദ്ധമായി എന്തൊക്കെ ചെയ്യുന്നു അവിടെ കർശനമായ ഇടപെടലാണ് വേണ്ടത്. അതുണ്ടാകും. തീർച്ചയായും അത് ഇടപെടൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് കൊച്ചി കോർപ്പറേഷൻ നിലവിൽ വ്യക്തമാക്കുന്നത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ടാറ്റു സംഘങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് ഇപ്പോൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അനധികൃത ടാറ്റു സംഘങ്ങളെ കണ്ടെത്താനുള്ള പരിശോധന നിലവിൽ കൊച്ചി കോർപ്പറേഷൻ വ്യാപകമാക്കിയിട്ടുണ്ട്. മേനക മറൈൻ ഡ്രൈവ് അടക്കമുള്ള സ്ഥലങ്ങളിലാണ് ഇവർ കൂടുതലായി കാണപ്പെടുന്നത്. അവിടങ്ങളിലൊക്കെ വ്യാപകമായ പരിശോധന വരും ദിവസങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കൊച്ചി കോർപ്പറേഷൻ വ്യക്തമാക്കുന്നത്. ഇത്തരം സംഘങ്ങൾ ഉപയോഗിക്കുന്നത് പ്രധാനമായും നീഡിലും ഡൈയുമാണ്. ഈ നീഡിൽ, ഒരേ നീഡിൽ പല ആളുകൾക്ക് ഉപയോഗിച്ചാൽ അത് ഹെപ്പറ്റൈറ്റിസ് ബി പോലുള്ള അസുഖങ്ങൾക്ക് കാരണമാകും. അതുമാത്രമല്ല കൂടുതൽ മാരകമായ പല ആരോഗ്യ പ്രശ്നങ്ങളും ഭാവിയിൽ ഇവ വരുത്തിവെക്കുമെന്നാണ് നിലവിൽ വ്യക്തമാകുന്നത്. മറ്റൊരു കാര്യം ഡൈ ആണ്. ഒരേ ഡൈ പല ആളുകൾക്ക് ഇവർ വെക്കുന്നുണ്ട്. ഈ ഡൈ ഉപയോഗിച്ചാണ് ഇവർ ടാറ്റു ചെയ്യുന്നത്. ഈ ഒരേ ഡൈ നിലവാരം കുറഞ്ഞ ഡൈ ആണ് വെക്കുന്നത്. അത് പല ആളുകളിലേക്ക് ഇങ്ങനെ മാറി മാറി വെക്കുമ്പോൾ ആളുകളിൽ അലർജി പ്രശ്നമടക്കം ഉണ്ടാകുന്നുവെന്നും നിലവിൽ കോർപ്പറേഷൻ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരക്കാരെ കണ്ടെത്തി കർശനമായ നടപടിയെടുക്കുമെന്നാണ് കോർപ്പറേഷൻ നിലവിൽ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോർപ്പറേഷൻ സംഘങ്ങൾ പരിശോധനയ്ക്ക് എത്തുന്നത് അറിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പരിശോധനയ്ക്ക് എത്തിയ കാര്യം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഇവർ വിളിച്ചറിയിക്കുമ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ ഈ സംഘങ്ങൾ മുങ്ങുകയാണ് അല്ലെങ്കിൽ രക്ഷപ്പെടുകയാണ് പതിവ് എന്നാണ് കോർപ്പറേഷൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളെയും ഒരേ സമയം പരിശോധനയിൽ കണ്ടെത്തുക എന്നത് അസാധ്യമാണ്. അതുകൊണ്ട് ഓരോ ഘട്ടങ്ങളിലായി ഓരോ സ്ഥലങ്ങളിലായി പരിശോധന നടന്നു വരുന്നുണ്ട്. എല്ലാ സംഘങ്ങളെയും ഇത്തരത്തിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അനധികൃതമായി ടാറ്റു ചെയ്യുന്ന എല്ലാ സംഘങ്ങളെയും പിടികൂടും, അല്ലെങ്കിൽ അവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് തന്നെയാണ് കൊച്ചി കോർപ്പറേഷൻ വ്യക്തമാക്കുന്നത്. ഷഹബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. മാത്രമല്ല, ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നവർക്കിടയിൽ വാട്സാപ്പ്, ടെലഗ്രാം ഗ്രൂപ്പുകളുണ്ട്. എവിടെയെങ്കിലും പരിശോധനയോ എവിടെയെങ്കിലും ആളുകളുടെ ഇടപെടലോ പോലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ സംഘടിക്കുക എന്ന നില പോലും ഉണ്ട്. അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊച്ചിയിലടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. ഷഹബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.